ഹലോ, എന്തൊക്കെയാണ് വിശേഷം? സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. അപ്പോൾ യാത്ര എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും എന്തോ ലോങ് യാത്ര പോകണമെന്ന്. അല്ല, ഒരു ഷോർട്ട് യാത്രയാണ് പോകുന്നത്. പോകണം നമ്മൾ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെയാണ്. പക്ഷേ എങ്ങോട്ടാണ് പോകണം എന്നുള്ളത് നമ്മൾ വഴിയെ പറഞ്ഞുതരാം. കൂടാതെ നമ്മൾ തന്നെയല്ല പോകണത്, നമ്മുടെ കസിനും ഫാമിലി നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ കൂടെ അവരില്ല, നമുക്ക് അവരെ പിക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. രാവിലെ ഇറങ്ങിയെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കരുതും എന്തോ അതിരാവിലെ ഇറങ്ങിയെന്ന്. അല്ല, അതിരാവിലെ ഇറങ്ങാൻ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി കിടന്നപ്പോൾ ലേറ്റായി, നേരം വെളുത്തെഴുന്നേറ്റപ്പോഴും ലേറ്റായി. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ചായ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. ഒരു 8:30 ഒക്കെ ആയിരുന്നു നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. പക്ഷേ ഈ പോണ സ്ഥലത്തേക്ക് നേരത്തെ ചെന്നാൽ അത്രയും നല്ലതെന്നാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷേ എന്തോ ഇറങ്ങാൻ പറ്റിയില്ല. എനിവേ, അങ്ങനെ ഞങ്ങൾ അവരെ പിക്ക് ചെയ്യാനായിട്ട് അവരുടെ റൂമിൻ്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ നമ്മൾ അവരെ പിക്ക് ചെയ്തു. പിന്നെ എന്താ പറയുക, ആരൊക്കെ നമ്മുടെ കൂടെ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ ബാക്കിലിരിക്കുന്നത് ആരോൺ, അവനോട് പഠിക്കുകയാണ്. അതുപോലെ തന്നെ കുഞ്ഞാറ്റ, അവളും പഠിക്കുകയാണ്. ബാക്കിലിരിക്കുന്നത് അഞ്ജു ആൻഡ് സിജോയ്, അവർ ഇവിടെ ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോണു. പിന്നെ ഇതെൻ്റെ സ്വന്തം കെട്ടിയവൻ. അപ്പോൾ ആളിത്തിരി ഗൗരവത്തിലാണ് ഇരിക്കുന്നത്. കാരണം അപ്പോൾ ഞാനൊന്ന് വിളിച്ച് ഒന്ന് ചിരിക്കൂ എന്ന് പറയുന്നതാണ് കേട്ടോ. കാരണം ആൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ പോയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടർന്നു. റോഡൊക്കെ ഭയങ്കര ഫ്രീ ആയിരുന്നു കേട്ടോ. കാരണം എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇന്ന് ഇപ്പോൾ ഒരു 9 ഒക്കെ ആയിട്ടുണ്ടാവും. ആ സമയമായിട്ടും റോഡ് നല്ല ഫ്രീ ആയിട്ട് കിടക്കണു. വലിയ തിരക്കൊന്നുമില്ല. സാറ്റർഡേ ആയതുകൊണ്ടാണോ എന്താണോ അപ്പോൾ എനിക്കറിയില്ല. എനിവേ, ഈ സ്ഥലത്തെ പറ്റിയൊന്നും കാര്യമായിട്ടൊന്നും പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. എന്താ പറയുക, ഒട്ടും തിരക്കില്ലാത്തൊരു റോഡ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് നമ്മൾ വിചാരിച്ചതിൽ നേരത്തെ ഞങ്ങൾക്ക് എത്താൻ പറ്റി. പിന്നെന്താ, വഴികളിൽ കാര്യമായി ഒന്നും കാണാനുണ്ടായിരുന്നില്ല. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കാരണം നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് കാണാനൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ നേരത്തായതുകൊണ്ടായിരിക്കാം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ സ്ഥലത്തെത്തി. ഇത് അജ്മാൻ ഫിഷ് മാർക്കറ്റിലേക്കാണ് നമ്മൾ എത്തിയേക്കണത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അങ്ങനെ ഇപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകണം. ഇതിലേക്ക് മുന്നിൽ കടക്കാനുള്ളൊരു റോഡൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, ഒക്കെ ബ്ലോക്ക് ചെയ്തു. അതുപോലെ പണിയൊക്കെ നടക്കണമെന്ന് എന്തൊക്കെയോ. അപ്പോൾ നമ്മൾ ആകെ കൺഫ്യൂഷനിലാണ് പോണത്. എവിടെയാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് വെച്ചേക്കണേന്നുള്ളതൊക്കെ ഇങ്ങനെ നമ്മൾ സംസാരിച്ചിട്ടാണ് പോകണത്. അങ്ങനെ നമ്മൾ പതുക്കെ, ഞാൻ പറഞ്ഞോളെ, ഞങ്ങളങ്ങനെ എപ്പോഴും ഇവിടേക്ക് വരുന്ന ആൾക്കാരല്ല. നമ്മൾ ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് ഞങ്ങൾ ഇവിടേക്ക് വരണത്. പക്ഷേ പാർക്കിംഗ് എല്ലാം ഫുള്ളായിരുന്നു കേട്ടോ. പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ കരുതി നല്ല തിരക്കൊക്കെ ആയിരിക്കും എന്ന് കരുതി. ഇവിടെ ഫിഷ് മാർക്കറ്റ് മാത്രമല്ല, തൊട്ടടുത്ത് തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല എന്താ പറയുക, നല്ല നാടൻ കോഴിമുട്ട, താറാമുട്ട എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ കിട്ടും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാതരം സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ മാർക്കറ്റ്. അത് നമുക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നീറ്റ്നെസ് വളരെ പക്ക ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെ നമ്മൾ ഈ ഹാളിലേക്ക് കിടക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഹാള് പോലെയാണ്. അപ്പോൾ അതിൽ കുറേ സ്റ്റോളുകളുണ്ട്. ഈ ഈ ഒരു സെക്ഷൻ ഫുൾ ഫിഷിൻ്റെ ഏരിയ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലായിട്ട്, ഇങ്ങനെ ഒരു ഹാളിൻ്റെ 2 സൈഡിലായിട്ട് കുറേ സ്റ്റോളുകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറേ മീനുകളുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് മീനായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ എന്താ പറയുക, അത്ര ഫ്രഷ് മീനുകൾ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറച്ച് ലേറ്റായിരുന്നു. നേരത്തെ വന്നിരുന്നെങ്കിൽ ഇത് ലേലം വിളിക്കുന്നതൊക്കെ കാണാൻ പറ്റുമെന്ന് നമ്മളോട് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളിങ്ങനെ ഇതിൽ പോകുമ്പോൾ എല്ലാവരും നമ്മൾ വിളിക്കും കേട്ടോ. ഇങ്ങനെ വായോ, അതുണ്ട്, ഇതുണ്ട്, വേഗം ഇത് വാങ്ങിക്കുക, അത് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുക. അപ്പം നമ്മളിങ്ങനെ ഓരോ മീനും കണ്ടിട്ട് ഇങ്ങനെ, ഓ അത് നല്ല മീനാണ്, അത് ഇന്ന മീനാണ്, സീബ്രീമാണ്, അങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞ് അത് വാങ്ങിക്കണോ ഇത് വാങ്ങിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇങ്ങനെ നിൽക്കണത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് മേടിക്കാനല്ല കേട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവർക്ക് വാങ്ങിക്കാനാണ് നമ്മൾ വന്നത്. ഞങ്ങൾ 2 ആളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ കൂടുതൽ മീൻ മേടിച്ചാലും നമുക്കങ്ങനെ ചിലവാവില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഫിഷ് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു.
കാരണം ഇതിങ്ങനെ പെട്ടെന്നുണ്ടായ തീരുമാനമാണ് നമ്മൾ മാർക്കറ്റിൽ വരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ കാര്യമായിട്ടുള്ളതൊന്നും മേടിച്ചില്ല. പക്ഷെ അവർക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവർ കിങ് ഫിഷിൻ്റെ ഒക്കെ വിലയൊക്കെ ചോദിച്ച് അതുപോലെ തന്നെ സൈസൊക്കെ നോക്കി. ഇതൊരു 2 ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത്രയൊന്നും വേണ്ടാത്തൊരു ഫാമിലിക്കൊക്കെ ആണെങ്കിൽ വലിയ മീനൊക്കെ മേടിച്ചാൽ നല്ല കുറച്ച് ലാഭമാണെന്ന് തോന്നി. അതുപോലെ നല്ല ഫ്രഷുമാണ് കേട്ടോ മീൻ. അങ്ങനെ മീനൊക്കെ കണ്ടിട്ട് എന്താ പറയുക, നല്ല പിടയ്ക്കണ മീൻ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ മീനുകളായിരുന്നു. നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഇങ്ങോട്ട് വായോ എന്നൊക്കെ ഇങ്ങനെ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലായിടത്തും ഒന്ന് കറങ്ങി വിലയൊക്കെ പേശാൻ പറ്റിക്കഴിഞ്ഞാൽ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ വില പേശാൻ അറിയണവർക്കാണെങ്കിൽ വില പേശി മേടിക്കാൻ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അവരവസാനം സാൽമൺ മേടിക്കുക എന്നുള്ള പ്ലാനൊക്കെ എടുത്ത് അത് നോക്കി. പക്ഷേ ഒരു സ്ഥലത്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞു നല്ല ഫ്രഷാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് അത്ര ഫ്രഷാണെന്ന് നമുക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചില്ല. പക്ഷെ നമ്മളത് മേടിച്ചു. എവിടെ നിന്നാണെന്നുള്ളത് ഞാൻ പറയാം. അങ്ങനെ പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക, നല്ല ലോബ്സ്റ്ററും അതുപോലെ തന്നെ നല്ല ഒക്ടോപ്പസും എല്ലാം ഇരിക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ അതൊന്ന് ഇങ്ങനെ ഉയർത്തി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു ആ ഒക്ടോപ്പസിനെ. അപ്പോൾ ആ ചേട്ടൻ അതിങ്ങനെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾക്ക്. അതുപോലെ അവിടെ കുറേ ക്രാബ് എല്ലാം നല്ല ഫ്രഷായിട്ട് ഇരിക്കണ്ടായിരുന്നു കേട്ടോ. കക്ക, കല്ലുമ്മക്ക എല്ലാം ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അതുപോലെ വലിയ കൂന്തൽ എല്ലാം ഇരിക്കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ എന്താ പറയുക, ഈ ബോട്ടിൽ മീനൊക്കെ വന്നിട്ട് ലേലം വിളിച്ചെടുക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വന്നതൊക്കെ കാണാറുന്നു എന്ന്. അപ്പോൾ ഇവിടെയാണ് അതെന്ന് ഞങ്ങളിങ്ങനെ പറയുകയാണ്. ഈ ബോക്സിലേക്ക് ബോട്ടിൽ നിന്ന് മീൻ കൊണ്ടിടും, അവിടെ നിന്ന് ലേലം വിളിച്ചിട്ടാണ് ഈ സ്റ്റോളിലേക്ക് എടുക്കണേ. നമുക്ക് കറക്റ്റ് ഒന്നും അറിയില്ല കേട്ടോ, എന്നാലും പറയാണ്. അങ്ങനെ നല്ലൊരു ഫ്രഷ് മീനൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഇത് വാങ്ങിച്ചു, ഈ സാൽമണ നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ അവിടെ നല്ല കൂന്തലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ കാണിച്ചു തരാണ്ടോ നമ്മളുടെ അടുത്ത്, പിന്നെ ഇത് നല്ല ഫ്രഷാണ്, അതുപോലെ ഇത് എന്താ മുള്ളുവാളയാണ് കേട്ടോ, അപ്പോൾ നല്ല ഫ്രഷാണെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഇതൊന്നും വാങ്ങിച്ചില്ല. ഞങ്ങൾ കുറച്ച് മത്തി വാങ്ങി, അതുപോലെ ആ കണ്ട സാൽമൺ ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് വാങ്ങി. ഞങ്ങളല്ല വാങ്ങിയത്, ഞാൻ പിന്നെ പറയാണ്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊടുത്തു. അതുപോലെ കുറച്ച് പ്രോൺസും വാങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അവരത് ക്ലീൻ ചെയ്ത് നല്ല നീറ്റായിട്ട് നമുക്ക് പാക്ക് ചെയ്ത് തന്നു. നമ്മൾ പിന്നെ അവിടെ നിന്ന് തിരിച്ച് റൂമിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ റോഡൊക്കെ നല്ല ഫ്രീ ആയിട്ടാണ് കിടന്നിരുന്നത് കേട്ടോ. ഇവിടെ എന്തോ കുറേ കണ്ടെയ്നേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. എനിക്കറിയില്ല ഇതിനെ പറ്റിയൊന്നും പറഞ്ഞു തരാനായിട്ട് കറക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്തോ ചിലപ്പോൾ ഈ എന്താ പറയുക, സാധനങ്ങൾ കയറ്റണമെന്ന് ഇറക്കണമെന്ന് അങ്ങനത്തെ ഒക്കെ ഏരിയ ആയിരിക്കാം. പിന്നെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ഞാനധികം ഈ സ്ഥലത്തേക്ക് അധികം വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കാഴ്ചയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് റോട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് എന്നോട് ഞങ്ങൾ വന്ന വഴി കൂടെ അല്ല തിരിച്ചു പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്ന വഴി കാണാൻ വലിയ രസം ഉണ്ടായിരുന്നില്ലെങ്കിലും പോണ വഴി കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു. ഈ ബീച്ചിൻ്റെ ഒക്കെ ഒരു ഏരിയ ആയിരുന്നു ഇതിൻ്റെ ബാക്ക് സൈഡ്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ, എനിക്കിതൊന്നും പറഞ്ഞു തരാനൊന്നും കറക്റ്റ് അറിയില്ല. പക്ഷേ സൂപ്പറായിരുന്നു യാത്ര. അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് മീനൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോന്നു.